ഹായ് ഹലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെള്ളിയാഴ്ച രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിരുന്നു. ഇന്ന് രാവിലെ കുളിച്ച് വിളക്കൊന്നും വച്ചിട്ടില്ല, കാരണം എനിക്ക് പീരിയഡ്സ് ആവാനുള്ളൊരു തത്രപ്പാടിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു വയ്യായ്കയും മൂഡ് സ്വിങ്സും നടുവേദന അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു മൂഡുണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടി നനച്ചൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ മോനെ ഞാൻ കിച്ചൺ കൗണ്ടറിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോക്കറിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പുതിയ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടാണ് അത് ഉപയോഗിച്ചാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ പഴയതിരിക്കുന്നത് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ തേങ്ങയ്ക്കൊരു രുചി ഉണ്ടാവില്ല, പ്ലസ് ഒരു റെഡ് കളറൊക്കെ കയറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുതിയ തേങ്ങ പൊട്ടിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കൽ. അതിൻ്റെ കൂടെ തേങ്ങാ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കേട്ടോ. അപ്പോൾ മോന് കൊടുക്കും, അവനൊന്നോ രണ്ടോ കുടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഞാൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ പുട്ട് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ തലേന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. പലപ്പോഴും അല്ല, മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കടല, പയർ, ഗ്രീൻ പീസൊക്കെ കറി വെക്കണ സമയത്ത് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കും കേട്ടോ. എന്നിട്ട് ഒരു 9ഉം 12ഉം വിസിലൊക്കെ അടിക്കേണ്ടി വരും വേകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ തലേന്ന് തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അതിനകത്തേക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞിടും, ഉപ്പും ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനകത്തേക്ക് പിന്നെ തേങ്ങ അരച്ച് ചേർത്ത് കടുക് താളിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യൽ. ചില സമയത്ത് മസാല മാത്രമായിരിക്കും, തേങ്ങ അരച്ച് ചേർക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചധികം കറി വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ തേങ്ങ അരച്ച് ചേർത്തിട്ട് ഞാൻ കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവനെ ഓരോന്നോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു എന്താ പറയണ്ടേ, ഒരു നേരം പോക്ക് അത്ര തന്നെ. പിന്നെ ഞാനും മോനും കൂടെ പുട്ട് കഴിച്ചു. ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പാവും പറയും ഓ സൂപ്പറാന്ന് പറയേ. അത് കേൾക്കാൻ വേണ്ടി തന്നെ ചോദിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ ഏതാണ്ട് ഇപ്പോൾ വിരൽ പിടിച്ചേക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത്, അതായിരിക്കും. അങ്ങനെ ഞാനും മോനും കൂടെ പുട്ടൊക്കെ കഴിച്ചു. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടാളെ കഴിക്കാറുള്ളൂ, ഹസ്ബൻഡ് കഴിക്കാറില്ല. അതുകൊണ്ട് ആൾക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. പിന്നെ രാവിലെ കുളിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. ഒരു 9 മണി 10 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. താരനുണ്ട് നല്ല പോലെ, മുടിയൊക്കെ നല്ല നീളത്തിലുണ്ടായിരുന്നതാണ്, കട്ടിയിലുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ എല്ലാം പോയി കേട്ടോ, മൊത്തത്തിൽ പോയി. ടെൻഷനാണ്, ഭയങ്കര സങ്കടമാണ്. മുടി പോയതിലും ഭയങ്കര സങ്കടമാണ്. പിന്നെ വേറെ കുറേ ടെൻഷനുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ കൊഴിയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നെറുകം തലയിലൊക്കെ മുടി നല്ല പോലെ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ അംഗൻവാടിയിലെ ആയേൻ്റെ ഹസ്ബൻഡ് എണ്ണ കാച്ചുന്ന ആളാണ് താരനൊക്കെ. അപ്പോൾ ആളെ അടുത്തുനിന്ന് ഒരു കുപ്പി എണ്ണ കാച്ചിട്ട് പോകുന്നായിരുന്നു. അതാണ് ഞാൻ തലയിൽ തേച്ചത് കേട്ടോ. പിന്നെ ഒരു കറ്റാർവാഴ ജെല്ലെടുത്തിട്ട് അതും തലയിൽ തേച്ച് പിടിപ്പിച്ചു. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യലുള്ളൂ കേട്ടോ, ഒന്നിനൊരു മൂടില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ക്യാമറയിൽ വന്ന് കുറേ പ്രഹസനങ്ങളൊക്കെ കാണിച്ചു. ഭയങ്കര സങ്കടമാണ് മുടി നോക്കിയിട്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും വിഷമമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുന്ന ബുക്ക് വായിക്കാനാണ്. കുറച്ച് നേരം ഞാൻ ബുക്കൊക്കെ വായിക്കും. ഇതൊന്നും എല്ലാ ബുക്കും എൻ്റെതല്ല, ചിലതൊക്കെ എൻ്റെതാണ് കേട്ടോ. ചെറിയ ചെറിയ കുറച്ച് ബുക്സുകളൊക്കെ പിള്ളേരുടെ അടുത്തുനിന്ന് മേടിച്ചൊക്കെ വെച്ച് വായിക്കുന്നതാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അരി ഇട്ടു കേട്ടോ. ഇപ്പോൾ കറി ഗ്രീൻ പീസ് കറി തന്നെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം മുട്ട പൊരിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. വേറെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ, തോരനൊന്നും വെക്കാനുണ്ടായില്ല. അപ്പോൾ ഞാൻ കരുതി ചോറ് എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും രാത്രി ചോറ് ഇവർ രണ്ടുപേരും മാത്രമേ കഴിക്കത്തുള്ളൂ, ഞാനങ്ങനെ കഴിക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ചോറ് കഴിക്കുന്നില്ല, ഉച്ചയ്ക്കും പുട്ട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പുട്ട് തന്നെയേ കഴിക്കുള്ളൂ, അതിൽ കൂടുതൽ വേറൊരു സാധനം കഴിക്കില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് അരിയൊക്കെ ഇട്ട് എൻ്റെ കൂടെ മോനും ഇങ്ങനെ അടുക്കളയിൽ കൂടെ നടപ്പുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഒരു പാൽ ചായയൊക്കെ വെച്ച് കുടിച്ചു, കുറച്ച് 2-3 ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ക്യാമറ വെച്ചിട്ടിങ്ങനെ വീഡിയോ എടുക്കുമ്പം ഒരു ഇത് കിട്ടില്ലല്ലോ വായിക്കാൻ. അതിനിടയ്ക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട്, ഇടയ്ക്ക് ഓരോ പോസ് ഇടുന്നുണ്ട്. നല്ല ഫോട്ടോ കിട്ടിയ ഇൻസ്റ്റ പോസ്റ്റാലോ. പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ വായന നടക്കില്ല.
അതുകൊണ്ട് ഫോണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്ന് വായിച്ചു. ഒരു 7:30 ആയപ്പോൾ വീണ്ടും അടിച്ചു വാരി. ഇന്നത്തെ ദിവസം ഞാൻ 4ാമത്തെ തവണയും കണ്ട് അടിച്ചു വരുന്നത് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ലേ. പിന്നെ അങ്ങനെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞു. പിന്നെ രാത്രിക്കത്തേക്ക് ഞാനൊരു 2 മുട്ട എടുത്തിട്ട് ബുൾസൈ പോലെ ആക്കിയിട്ട് അതാട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും കാണിക്കാത്ത അവരുടെ പ്രൈവസി മാനിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ബായ്.